ഇടതുപക്ഷത്തിന് ഇതെന്തു പറ്റി? സത്യത്തിൽ ഇടതുപക്ഷം പറയുന്നത് ഞങ്ങൾ ജനപക്ഷമാണ്, ഞങ്ങൾ ഹൃദയപക്ഷമാണ്, ഞങ്ങൾ സ്ത്രീപക്ഷമാണ്. ഇങ്ങനെ പല പക്ഷം പിടിച്ചും മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷത്തിനെയാണ് നമുക്ക് കഴിഞ്ഞ 10 വർഷമായി കാണാൻ കഴിയുന്നത്. ജനഹൃദയങ്ങളിൽ ഇടം നേടിയത് കൊണ്ടാണോ തുടർഭരണം ലഭിച്ചത് എന്നുള്ള ചോദ്യം പലപ്പോഴും കോൺഗ്രസ്സുകാർ ആദ്യമൊക്കെ ചോദിച്ചിരുന്നു. അതിനുശേഷം സമസ്ത മേഖലയിലുള്ളവർക്കും അതൊരു സംശയമായി മാറി. എങ്ങനെയാണ് വീണ്ടും തുടർഭരണത്തിലേക്ക് പിണറായി വിജയൻ സർക്കാർ എത്തിച്ചേർന്നത് എന്ന്, ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ഭരിക്കാൻ സമ്മതം കൊടുത്തത് ജനങ്ങളെന്ന്. സത്യത്തിൽ ഈ പാർലമെന്ററി ജനാധിപത്യമൊക്കെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ നിന്നും പാർലമെന്ററി ജനാധിപത്യ ബോധത്തിലൂടെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ള തത്വചിന്ത കുറച്ചുകൂടി മുകളിലേക്ക് വന്നതുകൊണ്ടാകണം ഇന്ന് ബൂർഷ്വാസിയെയും സ്നേഹിക്കാൻ പഠിക്കുകയും കോടീശ്വരന്റെ തോളിൽ കൈയിട്ട് നടക്കാൻ പഠിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ആ ഒരു പ്രസ്ഥാനം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയും വീണ്ടും മൂന്നാമത് വട്ടം കൂടി ഭരണത്തിലേക്ക് വരണം. അപ്പോൾ തുടർഭരണം കിട്ടിക്കഴിഞ്ഞു. കാരണം 5 വർഷം ഭരിക്കുക, വീണ്ടും 5 വർഷം മറ്റൊരാൾ ഭരിക്കുക, ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഭരിക്കുന്ന കേരളത്തിന്റെ ആ ഒരു രീതി, അതിനെ മാറ്റിമറിക്കുവാൻ 2016 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2021 തിരഞ്ഞെടുപ്പിന് കഴിഞ്ഞു എന്നുള്ളതാണ്. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുന്നു. അതിനുശേഷം 5 വർഷങ്ങൾക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ 2021 വീണ്ടും പിണറായി സർക്കാർ അധികാരമേൽക്കുന്നു. ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ മൂന്നാമതൊരു വട്ടം കൂടി വീണ്ടും ഇടതുപക്ഷം ഹൃദയപക്ഷമായി, സ്ത്രീപക്ഷമായി, ജനപക്ഷമായി എത്തുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്, അവർക്ക് ആ വിശ്വാസം നൽകുന്നത് മറ്റാരുമല്ല, ഇവിടുത്തെ കോൺഗ്രസ്സുകാരും UDFകാരുമാണ്. കാരണം അവർ തന്നെ പറയുകയാണ്, നിങ്ങൾ 3ാം വട്ടവും ഈ സംസ്ഥാനം ഭരിക്കുമെന്ന്. എന്നാൽ പിന്നെ നമുക്ക് ഭരിച്ചു കളയാമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ആത്മവിശ്വാസം കൂട്ടുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവർ പുതിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ തന്ത്രങ്ങൾ മെനഞ്ഞ് വളരെ കൃത്യമായി മന്ത്രി പദവികൾ ഉപേക്ഷിക്കാതിരിക്കുവാനും വീണ്ടും മന്ത്രി പദവികളിലേക്ക് തിരിച്ചെത്താനുമുള്ള വലിയ ശ്രമം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് CPMന്റെ ഭാഗത്ത്. ഇപ്പോൾ CPM എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ എങ്ങനെയും ഭരണത്തിലേക്ക് തിരികെ വരിക, അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഭരണത്തിലേക്ക് മൂന്നാമത് കൂടി ഭരിക്കുക കേരളം എന്നുള്ള തരത്തിൽ. അപ്പൊ തുടർച്ചയായിട്ട് 3 വട്ടം ഭരിക്കുന്ന ആദ്യത്തെ സർക്കാരായി പിണറായി വിജയൻ മാറുകയും ചെയ്യും. ആ സർക്കാരിനെ നയിക്കുന്ന ലീഡറായി അദ്ദേഹം തീരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം NSSുമായിട്ടൊരു സമീപനം സ്വീകരിക്കുന്നു. ആ NSSന് പിന്നാലെ ഇപ്പോൾ ക്രൈസ്തവ സഭകളെ കൂടി അനുനയിപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് CPM എത്തിച്ചേരുന്നു. അതായത് വിശ്വാസികളെയൊക്കെ ആകർഷിക്കാൻ പോന്നിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി, പല തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നടത്തി, ചിലപ്പോൾ അവരെയൊക്കെ ആകർഷിക്കാൻ പോകുന്ന ചിലപ്പോൾ അത്തരത്തിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ വരെ ഇനിയുള്ള കാലഘട്ടത്തിൽ നടത്തിയേക്കാം. അതുകൊണ്ട് ആദ്യം NSSനെ കൈക്കുള്ളിലാക്കി കഴിഞ്ഞു. പിന്നെ ഈഴവ സംഘടനയെ പ്രതിനിധീകരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ കൈക്കുള്ളിലാക്കി കഴിഞ്ഞു. ഇനിയുള്ളത് ഈ പറയുന്ന ക്രൈസ്തവ സഭകളാണ്. ക്രൈസ്തവ സഭകളുമായി വരുന്ന വിഷയങ്ങളെ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് ആ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം തേടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാലോ, സുപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ അരികിലെത്തിയിരിക്കുന്നത്. ഈ സുപ്രധാനമായ തിരഞ്ഞെടുപ്പുകൾ അരികിലെത്തിയിട്ട് പോലും കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് പറയപ്പെടുന്ന സംഘടനാ ഭാരവാഹികളെ പോലും കൃത്യമായി പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമായിട്ട് കോൺഗ്രസ് പകച്ചു നിൽക്കുമ്പോഴാണ് സാമുദായിക സംഘടനകളെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് സത്യത്തിൽ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളൊക്കെ, അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങളും സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻസുമായിട്ടൊക്കെ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. മുൻപൊരിക്കലും ഈ കോൺഗ്രസിനെ കൈവിട്ടിട്ടില്ലാത്ത NSS എന്ന് പറയപ്പെടുന്ന സംഘടനയെ പോലും ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്ന വിധത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ നടത്തിയ അപ്രതീക്ഷിതമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ മൂന്നാം പിണറായി സർക്കാർ ആ മൂന്നാം പിണറായി ഭരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇടതുപക്ഷം കരുക്കൾ നീക്കുകയാണ്. അതിലവർ പരിപൂർണമായിട്ടല്ലെങ്കിലും വിജയിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ
ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കുന്നതിന് വേണ്ട ശ്രമം നടക്കുന്നു. ഞാൻ പറഞ്ഞു NSSനെ അനുനയിപ്പിക്കുന്നു, SNDP അനുനയിപ്പിക്കുന്നു. അതിനൊക്കെ അതിൻ്റെയുള്ള കാരണങ്ങൾ വേറെ ഉണ്ടെങ്കിൽ കൂടിയും NSSന്റെ നേതാവ് എന്തുകൊണ്ടാണ് G. സുകുമാരൻ നായർ എന്തുകൊണ്ടാണ് പിണറായി വിജയനോടൊപ്പം ചേരുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ മോദിയെ സ്തുതിക്കുകയും കേരളത്തിൽ പിണറായി വിജയനെ സ്തുതിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ ക്രൈസ്തവ സഭകൾ കൂടി തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്നത് ഈ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഈ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സർക്കാരുമായി കൊമ്പ് കോർത്തു നിൽക്കുകയാണ് ക്രൈസ്തവ സഭകൾ. അതുകൊണ്ട് തന്നെ ആ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ ചങ്ങനാശ്ശേരിയിലുള്ള അരമനയിലേക്ക് അയച്ചുകൊണ്ട് അനുനയ നീക്കം നടത്താൻ അടുത്ത ഒരു തന്ത്രം കൂടി പയറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷം. അതിന് കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിയാണ് അതിന് കൂട്ടുപിടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കൂടെ കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിലാണ് ഈ സഭയുമായിട്ടുള്ള ഈ തർക്കങ്ങളൊക്കെ സർക്കാർ പറഞ്ഞു തീർത്ത് അനുനയത്തിലെത്താൻ ശ്രമിക്കുന്നത് പോലും. ഇത് മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസികളെയൊക്കെ ചിലപ്പോൾ ഒന്നടങ്കം ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് പര്യാപ്തമായിട്ടുള്ള കിടിലൻ വമ്പൻ ഓഫറുകളുണ്ടല്ലോ. ഈ വമ്പൻ ഓഫറുകളും പ്രഖ്യാപനങ്ങളും ഒക്കെ ക്രൈസ്തവ സമൂഹത്തിനായിട്ട് ഒരുക്കി വയ്ക്കുകയാണ് സർക്കാർ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രഖ്യാപനങ്ങൾ കൂടി വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ്. അപ്പോൾ ആരെയും കൂടെ നിർത്താൻ, ആരുടെ വോട്ടും നേടാൻ ഏത് തരത്തിലുള്ള ശ്രമങ്ങളും നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഈ കോൺഗ്രസ് എം എന്ന് പറയപ്പെടുന്ന സഭയോടടുത്ത് നിൽക്കുന്ന പാർട്ടിയെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട്. അത് ഒപ്പം തന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ അതുവഴി ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജോസ് കെ മാണിയെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലേക്ക് എത്തിയിരിക്കുന്നതും അവിടെ ഇപ്പോൾ സർക്കാരിന്റെ ജോസ് കെ മാണിയുടെ മധ്യസ്ഥതയിൽ ചർച്ചകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിനെ കൂടെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ കോൺഗ്രസ് എമ്മുമായി ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പോവുക എന്നത് മാത്രമാണ് ലക്ഷ്യം. കാരണം അവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാതെ ക്രൈസ്തവ നമുക്കറിയാം, മധ്യ കേരളത്തിലൊക്കെ ഒരു തരത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ പാലായിലും കോട്ടയത്തുമൊക്കെ ഈ ജോസ് കെ മാണിയുടെ, അതായത് കെ എം മാണിയുടെ പാർട്ടിക്ക് കഴിയും, കേരള കോൺഗ്രസ് എമ്മിന് കഴിയും എന്നുള്ളത് കൊണ്ടാണ് അവരെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിന് VN വാസവനും ഒക്കെ കൂട്ടുപിടിക്കുന്നുണ്ട്. കാരണം CPMന് പലപ്പോഴും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ജോസ് കെ മാണിയെയാണ് അവർക്ക് ഇഷ്ടം. കാരണം അങ്ങനെ ജോസ് കെ മാണി ചേർന്ന് നിൽക്കുകയാണെങ്കിൽ മധ്യ കേരളത്തിൽ CPMന് കുറച്ചുകൂടെ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ജോസ് കെ മാണിയെ ഒഴിവാക്കില്ല. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് ഈ വിശ്വാസികളുടെയൊക്കെ പിന്തുണ ഉറപ്പിക്കും വിധം ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒരുക്കാൻ പോകുന്നതും അത്തരത്തിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തി സമീപകാലത്ത് ക്രൈസ്തവ സഭകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒട്ടുമിക്ക അവരുടെ ആവശ്യങ്ങളിലും പരിഹാരം കാണാൻ സർക്കാർ ഇപ്പോൾ തയ്യാറെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ തയ്യാറെടുക്കുന്നതുകൊണ്ട് തന്നെ സഭകൾ അതൊരു ആശ്വാസമായി കാണുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഭൂരിപക്ഷ സമൂഹത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് കഴിയുകയും ചെയ്തു. കാരണം മുൻപ് നാമജപ ഘോഷയാത്ര നടത്തി പ്രതിസന്ധി ഉണ്ടായതും അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടപടലം ഈ CPMന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ പൊട്ടിപ്പോയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പനെ തൊട്ടുള്ള ഒരു കളിയില്ല, NSSനെ തൊട്ടുള്ള കളിയില്ല എന്നുള്ളത് അന്നേ, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെ തൊട്ടുള്ള കളിയില്ല എന്ന് അന്നേ വിചാരിച്ചാണ്. അതായത് ദൈവത്തിനെ തൊട്ടുള്ള കളിയില്ല, വിശ്വാസികളെ തൊട്ടുള്ള കളിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഭൂരിപക്ഷ സമൂഹത്തെ അവരുടെ ചേരിയിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അത് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ശബരിമലയിലെ സ്വർണ്ണമോഷണം വന്നല്ലോ, അതിപ്പോൾ വളരെ അപ്രതീക്ഷിതമായി വന്നുപെട്ടത്. ആ നീക്കത്തിന്റെ മാറ്റു കുറച്ചുവെങ്കിലും പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര നീക്കത്തിലാണ് ഇപ്പോൾ ഇടതുപക്ഷം നടക്കുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ആ ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം ഓരോ ദിവസം കഴിയുന്നതോറും അതിന്റെ കുരുക്ക് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ കുരുക്ക് മുറുകുന്ന ഒരു പ്രതിസന്ധി ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് സർക്കാരിന് ഏറ്റ ഒരു അവമതിപ്പ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നേടിയെടുക്കുന്ന ചില സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷനിലൂടെ നേടിയെടുക്കുന്ന ഒരു പിന്തുണ, ആ പിന്തുണ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെയാണ്. ഇതിനിടയിലാണ് നമ്മൾ KPCC അധ്യക്ഷനേക്കാൾ തീവ്ര കോൺഗ്രസ്സുകാരനായിട്ടുള്ള നമ്മുടെ G. സുകുമാരൻ നായർ, NSSന്റെ ജനറൽ സെക്രട്ടറി, ആ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഒരു മലക്കം മറിച്ചിൽ നമ്മൾ ഈ സംസ്ഥാന രാഷ്ട്രീയത്തെ അമ്പരപ്പിച്ചുകൊണ്ടുണ്ടായതാണ് ഈ ആഗോള അയ്യപ്പ സംഗമവുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തികൾ. അതിന് അതിന് സുകുമാരൻ നായർക്ക് ഈ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലല്ല താല്പര്യം. പകരം സുകുമാരൻ നായരായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷവുമായിട്ടും ഭരണപക്ഷവുമായിട്ടും യോജിച്ചു പോകുന്നത്. അത് ആരാണോ ഭരിക്കുന്ന അവരുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആഗോള അയ്യപ്പ സംഗമത്തെ പരസ്യമായിട്ട് പിന്തുണച്ച സുകുമാരൻ നായർ
സർക്കാരിനും ഒപ്പം തന്നെ സർക്കാരിന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് പോലും പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ സമീപകാലത്ത് CPM നടത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോള അയ്യപ്പ സംഘം നടത്തി SNDPയെയും NSSനെയും കൂടെ നിർത്താൻ കഴിഞ്ഞു എന്നത് അവരുടെ രാഷ്ട്രീയ നേട്ടമായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ക്രൈസ്തവ സഭകളുടെ പുറകെ നടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പുറമെ ചില മുസ്ലിം വിഭാഗങ്ങളെ കൂടി ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ CPM ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ഒത്തൊരുമയോടുകൂടി പിടിച്ചു കഴിഞ്ഞാൽ മൂന്നാം തുടർഭരണം നേടാമെന്ന പ്രതീക്ഷ ഇത്തരത്തിൽ CPMന് നൽകിയത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 4 വർഷമായിട്ടും സംഘടനാ ഭാരവാഹികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കോൺഗ്രസിന്. DCC പ്രസിഡന്റുമാരെ നിൽക്കണോ പോണോ എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിൽക്കപ്പെടുന്നു. അവരെയൊന്നും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു കോൺഗ്രസ് നേതൃത്വം. അടുത്തിടെ തന്നെ നേതൃത്വത്തിലൊക്കെ വലിയ മാത്രം നടത്തിയ ചില പുനഃസംഘടനകൾ ഉണ്ടായിരുന്നു. ആ പുനഃസംഘടനകൾ പോലും എന്താണ് വെളുക്കാൻ തേച്ചത് പാണ്ടായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ടായി. നമ്മളറിയാമല്ലോ, യുവനിരയെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നു. അത് കൊണ്ടുവന്നതോടുകൂടി അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ പാർട്ടിയെ വളർത്താനല്ല, സ്വയം വളരാനുള്ള തന്ത്രങ്ങളുടെ പണിപ്പുരയിലാണ്. റെയിലിട്ടും ഷോർട്ട്സ് ഇട്ടും അവർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ യുവനിരയിലുള്ള നേതാക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്. പക്ഷെ അതിനകത്ത് നന്നായി പ്രവർത്തിക്കുന്ന, നന്നായി വർക്ക് ചെയ്യുന്ന നല്ലൊരു ബ്രിഗേഡ് ഈ യുവനിര അവിടെ ഉണ്ട്, കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അവരെ കൃത്യമായി ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കരുത്ത് അതിന്റെ മുതിർന്ന നേതാക്കൾക്കില്ല എന്നത് ദയനീയമാണ്. ഇവിടെ പലപ്പോഴും നിലപാടുകളുള്ള പ്രാഗൽഭ്യമൊക്കെ ഉള്ള പല നേതാക്കന്മാർ, നല്ല നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. ആ നേതാക്കളെയൊക്കെ പക്ഷെ മൂലക്കിരുത്തിക്കൊണ്ട് ചില വൃത്തികെട്ടവരെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്നതും ചിലരുടെ ധാർഷ്ട്യവുമൊക്കെയാണ് ഈ പാർട്ടിയെ ഇപ്പോൾ ഈ പറയുന്നതോടെ മുൻപന്തിയിലേക്ക് അല്ലെങ്കിൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുന്നത് കോൺഗ്രസിനെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ യുവ നേതാക്കളുടെ ശ്രദ്ധ മുഴുവൻ എന്താണ്, അവരെ മഹത്വവൽക്കരിക്കാനുള്ള PR വർക്കുകളിലേക്ക് പോകുന്നു. അത് ശരിയാണോ എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അവിടെ ഈ യുവ നേതാക്കൾ കുറച്ചുകൂടി പ്രാഗൽഭ്യം തെളിയിച്ചാൽ അവർക്ക് വേണമെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ കുറച്ചുകൂടി മുന്നോട്ട് പോകുവാനും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ അപജയത്തെ മാറ്റിമറിക്കുവാനും കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പാർട്ടിയിലെ ഒരു തലമുറ മുഴുവൻ സംഘടനയിൽ ഒരു പരിഗണനയും കിട്ടുന്നില്ല എന്നുള്ളൊരു പരിഭവത്തിലാണ് കഴിയുന്നത്. മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പേ നടക്കേണ്ട പുനഃസംഘടന രണ്ടാമത്തെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വന്നിട്ട് പോലും നടത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രയാസവും പരിഭവവും അതിനകത്തുണ്ട് കാണും. അപ്പോൾ പ്രതിപക്ഷ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കേണ്ട സമയത്ത് വേറെ പണിക്ക് പോയ പദവി പോയ പ്രസിഡന്റ് പോലും ഇപ്പോൾ ആ പ്രസിഡന്റിന് പകരം വന്ന പ്രസിഡന്റ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ മാറ്റിയപ്പോഴത്തേനും പുതിയൊരു പ്രസിഡന്റിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കോൺഗ്രസിനുള്ളിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളത് അവരുടെ അപജയമായി തന്നെ കാണേണ്ടിയിരിക്കും. ഇനി പല നേതാക്കന്മാർ സർക്കാർ വിരുദ്ധ വോട്ടുകളുടെ മറവിൽ സ്വയം അങ്ങ് അധികാരത്തിലെത്താമെന്നുള്ള ഒരു മോഹം ഈ കോൺഗ്രസിനുണ്ട്. പക്ഷെ അതും നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് NSSനെയും SNDPയെയും ഒപ്പം തന്നെ ക്രൈസ്തവ വിശ്വാസികളെയും ചില മുസ്ലിം സംഘടനകളെയൊക്കെ കൂട്ടുപിടിച്ച് വീണ്ടും അധികാരത്തിലേക്ക് എത്തുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന തത്രപ്പാടിലാണ് CPM. അതുകൊണ്ട് തന്നെ മൂന്നാമതൊരിക്കൽ കൂടി കേരളം ഭരിക്കുവാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് പിണറായി വിജയനും സംഘവും. അതിനുള്ള കരുത്ത് അവർക്കുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻസ് അവർ നടത്തുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ അത് സമ്മതിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.